നമസ്കാരം. 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 ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എന്തു പറ്റി? ഈ 2022 ഞാനിങ്ങ് എടുക്കുക. അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്കൊക്കെ എന്തായാലും തരണ്ടേ. എന്താ സംഭവം? എന്താ അത്? അതായത് ഞാനൊരു സിനിമയുടെ തിരക്കഥ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ അത് തുടങ്ങാൻ പോവാണ്. ഷൂട്ട് ഉടനെ ഉണ്ടാവും. അപ്പം യസമാമോ, ആ നമ്മൾ ഈ ഫ്ലോറിലുള്ള പരിചയമൊക്കെ ഉണ്ട്. അതെ, പടം എഴുതുമ്പോ ഒരു ചെറുതല്ലാത്ത വേഷം യശോമാമൻ എനിക്ക് തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ പിഷാരടി ഇത്? നമ്മളൊരു ഈ ഫണ്ട്സ് ഇപ്പൊ ഏത് മാസത്തിലാണെന്നറിയില്ല, ഒരു 2-3 മാസത്തിന് മുമ്പ് ഫണ്ട്സ് അപ്പോൾ ടൈമിന്റെ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഒന്നിച്ചിരുന്ന് ചോറുകൊണ്ടിരിക്കുമ്പോ ഞാൻ അപ്പൊ ഒരു 1-2 കഥാപാത്രങ്ങളെ പറ്റി അപ്പൊ പറഞ്ഞ സബ്ജക്റ്റ് ആണോ? ആ സബ്ജക്റ്റ് ആണോ നിങ്ങൾ എടുത്തത്? ആ സബ്ജക്റ്റ് അല്ല. അപ്പൊ ഞാൻ എന്താ നമ്മള് ചോറുണ്ടുമ്പോ ഞാൻ പ്രകടനങ്ങൾ ഞാൻ പിഷാരുടെ പാത്രത്തിൽ നിന്ന് ഒരു മീൻ വറുത്ത് എടുത്തപ്പോ അന്നേരം എന്നെ തലക്കടിച്ചത് ഓർക്കണ്ട. ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അന്നേരം ചിന്തിക്കണവരുന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. അതുകൊണ്ട് ഈ പടത്തിൽ പിഷാരിക്ക് വിഷമില്ല. ജയരാജേട്ടനാണ് എന്റെ അച്ഛൻ. വൃത്തിയോട് പറയുന്നു. അല്ല, എന്നൊക്കെ പ്രായമുള്ള ഒരാള് വന്നിട്ട് അയാളാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് വർത്താനം ഈ പറയുന്നത്? അയ്യോ, എന്റെ അച്ഛൻ എന്നല്ല പറഞ്ഞത്. പിന്നെ ഈ അച്ഛൻ എന്റെ എന്ന് പറയുമ്പോ എന്റെ പടമാണല്ലോ ഇത്. അപ്പൊ അതില് അച്ഛന്റെ വേഷം ചേട്ടനായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇയാളുടെ അച്ഛൻ എനിക്ക് വേഷമില്ലാത്ത പടത്തിനെ പറ്റി എന്നോട് പറഞ്ഞു. അത് വിട്ടേക്ക്, നമുക്ക് നിങ്ങളൊക്കെ വലിയ വന്ന വഴിയെ വേഷം കിട്ടിയില്ല. അല്ല, അതല്ലേ, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളല്ലേ. എന്റെ ഭാര്യയും മോളൊക്കെ ഇത് കേട്ട് എന്ത് വിചാരിക്കും? അതും ഈ ഒരു തന്തയുടെ. അതല്ല, നമുക്ക് വഴിയെ ആ ക്യാരക്ടർ മനസ്സിലാവും. അല്ല, മറ്റേ നമുക്ക് സാധനങ്ങൾ ഇടാനുള്ള എല്ലാം ഉണ്ട്, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൊരു കലക്കും പൊളിക്കണം ചേട്ടാ. കൊറേ കാലായി ഒരു തന്തവേഷം കിട്ടണമെന്ന് വിചാരിച്ചിട്ട്. ലേഡീസ് സൂപ്പർ സ്റ്റാറേ നിക്കണ കണ്ടില്ലേ? അങ്ങനെ വിളിച്ചേ? എന്റെ പടത്തിലെ നായിക ഡയാനമോളാണ്. പക്ഷെ ഒരു സംഭവം ഉണ്ട് കേട്ടാ, ഈ ഡയാന എന്നുള്ള പേരൊന്നൊക്കെ മാറ്റി പിടിക്കണം. മാറ്റണോ? നമ്മള് എന്റെ പടത്തിൽ വന്നോടുകൂടി പിന്നെ മോള് വെച്ചിട്ട് കയറ്റുമായിരിക്കും. ഉയർന്നങ്ങോട്ട് പോകുമ്പോ അത് ഞാൻ പറയാൻ പോച്ചത്, ഈ കുഞ്ഞുനാളിലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു, ഡയാന എന്നൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു, മോളി പേരൊന്ന് മാറ്റി പിടിക്കണം, ഈ പേരല്ല വേറൊരു പേരിലെ അറിയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് വളർന്ന് പിന്നെ വലിയ സ്റ്റാറായി മാറി. അതാണ് നമ്മുടെ നയൻതാര. ശരിയാട്ടോ, നയൻതാരയുടെ പേര് ഡയാന എന്നാണ്. അപ്പൊ വന്നിട്ടുണ്ടായിരുന്നോ? കേശവമാമനാണോ പേര് മാറ്റി കൊടുത്തത്? ഞാനാ മാറ്റിയത്. അപ്പൊ മോള് പേര് മാറ്റണം. എങ്ങനെയെങ്കിലും സ്വന്തം പേര് മാറ്റി രക്ഷപ്പെടാൻ നോക്കിട്ടോ. എനിക്ക് കഥ കേൾക്കണം. ഈ പുള്ളിക്കാരനോട് ഇരുന്ന് ഇത്രയും കഥകൾ കാലത്ത് തൊട്ട് വൈകിട്ട് വരെ കഥ പറഞ്ഞു കേട്ടിട്ട് മോക്കിന് കഥ കേൾക്കണോ? അയ്യോ, അതല്ല, നമ്മുടെ പടത്തിന്റെ ഈ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ആ ഒരു സ്ക്രീൻ പ്ലേ ഇല്ല, എങ്ങനെയാണോ തിയേറ്ററിൽ കാണുന്നത് അതുപോലെ തന്നെ കൊച്ചിനോട് പറയാം. അങ്ങനെ പറയുള്ളൂ. ഫസ്റ്റ് നമ്മൾ തിയേറ്ററിൽ കാണുന്നതെന്ന് പറഞ്ഞാല് സെൻസർ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം കാണുന്നത്. അപ്പൊ അതല്ല, പടം തുടങ്ങുമ്പോ നമ്മൾ കാണില്ലേ തിയേറ്ററില്, അത് നമ്മള് രണ്ടാമത് വരുന്നെന്ന് പറഞ്ഞാല് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ തുടക്കം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതില് കഥയിലേക്ക് കിടക്കണം. ഇനി കഥയിലേക്ക് കിടക്കുമ്പോ മോളൊരു നിർധനയായ കുടുംബത്തിലെ ഈ പട്ടിണിയും പരിവട്ടവുമായ അച്ഛനാണെങ്കിൽ മുഴുക്കുടിയൻ, അമ്മയാണെങ്കിൽ തളർന്ന് ഒരു വശത്ത് കിടക്കുന്നു. അപ്പോൾ നമുക്ക് കോളേജിൽ പോകാൻ കാശില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി പെൺകൊച്ചിന്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വിഷമസന്ധിയിലേക്ക് കൂടി മോള് ഒറ്റക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സംഭവമാണ് അത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അപ്പൊ ഈ വിഷമസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണാൻ ചെല്ലാണ്. നമ്മള് സഹായപരിധി ഒന്ന് പറഞ്ഞു ചെല്ലുന്നു. രാവിലെ വീട്ടിൽ ചെല്ലാണ്. ഫസ്റ്റ് തുടങ്ങുന്ന അങ്ങനെ, പ്രസിഡന്റ്, ഞാൻ വളരെ നിർധന കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ അച്ഛൻ മുഴുക്കുടിയനാണ്, അമ്മ തളർന്നു കിടക്കുന്നു. പിന്നെയാണെങ്കിൽ എനിക്ക് കോളേജിൽ പോകണം, കാശില്ല കയ്യിൽ. എനിക്ക് കെട്ടിവെക്കാനുള്ള കാശ് പ്രസിഡന്റ് തരില്ലേ എന്ന് ചോദിക്കുമ്പോ പ്രസിഡന്റ് ഒരു ചിരിയാണ് സൈഡിൽ നിന്നിട്ട്. ഈ ചിരി കണ്ടോട് മോക്ക് സഹിക്കാൻ പറ്റിയില്ല. മോൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ മോള് നേരെ ഓടിച്ചെല്ലുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടില്. ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ചെന്നിട്ട് അത് പിന്നെ മോൾ അഭിനയിക്കണം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ വരൂ. പട്ടിണിയും ദാരിദ്ര്യമാണ് എന്റെ വീട്ടില്. എനിക്ക് ജീവിക്കാൻ വഴിയില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് ഞാനും എന്റെ കുടുംബവും. അച്ഛന് വയ്യ, അമ്മയാണെങ്കിൽ
തളർവാദം പിടിച്ചു കിടക്കുന്നു സാർ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം എനിക്ക്. ഈ സമയത്ത് ഈ പ്രസിഡന്റ് ചിരിക്കുകയാണ് വീണ്ടും ഉച്ചത്തോടുള്ള ചിരി. നേരത്തെ ഈ സൈഡ് വെച്ചാണ് ചിരിച്ചത്, അപ്പൊ ഈ സൈഡ്. ഓക്കെ, ഇതും കണ്ട് ഇവിടുന്ന് ഓടേന മോള് പോയി, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയത്. ഓക്കെ. മുഖ്യമന്ത്രി അടുത്തൊരു സാർ, സാർ എനിക്ക് ജീവിക്കാൻ വഴിയില്ല സാർ. എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തളർവാദം പിടിച്ച അമ്മ, മുടിക്കുടിയനായ അച്ഛൻ, പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ പൈസ ഇല്ലാത്തത് കാരണം എനിക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല സാർ. എന്തെങ്കിലും ഒരു സഹായം ഈ ദരിദ്രയ്ക്ക് ചെയ്തു തരണം സാർ, പ്ലീസ്. അവിടെ മുഖ്യമന്ത്രി ഒരു ചിരിയിരിക്കും. ഇവിടെ നിന്ന് നേരെ ഓടി നമ്മളൊരു ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ട് വീട്ടിൽ. ദൈവത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് നിന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ വീണ്ടും ഈ വിഷമസന്ധി പറയുകയാണ്. അവിടെ ഞാൻ ദൈവമായിട്ട് നിൽക്കും. നമ്മൾ വരും ദൈവത്തിന്റെ അടുത്ത് ഫോട്ടോയിൽ ചെന്ന് പറയാണ്, കരുണാമയനെ, നീ എന്റെ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ? എത്ര നാളായി ഭക്ഷണം കഴിക്കാണ്ട്, ആരോഗ്യമില്ലാണ്ട് ഞാൻ എൻ്റെ ഈ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. നിന്റെ അനുഗ്രഹം നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ കൈകൂപ്പി നിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട്. ഇവിടെ ദൈവം കൈവിടണം. ഒരു ചിരിപ്പുള്ളി, ദൈവം കൈവിട്ടു. ഇവിടെ നിന്ന് നേരെ മോള് ചെല്ലണം എന്ന് വെച്ചാല് എല്ലാവരും മോളെ കൈയൊഴുകയും ചിരിക്കുകയും ചെയ്തു. ദൈവം എല്ലാവരും ഈ വന്ന എല്ലാവരും മോളെ കൈയൊഴിഞ്ഞ് ചിരിച്ചു, മോളെ ആട്ടി ഓടിച്ചു. അങ്ങനെ മോള് ഇവിടുന്ന് പിന്നെ ഒരു രക്ഷയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാതെ നേരെ വീട്ടിൽ ചെന്ന് പില്ലോ കവർ ഇല്ലാത്ത പഞ്ഞി പുറത്തിയാട് ഒരു തലയണ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കിടന്ന് മോള് പൊട്ടിക്കരയാണ്. ഈ സമയത്ത് മോൾക്കൊരു സാന്ത്വനമേകിക്കൊണ്ട് അങ്ങകലെ നിന്നും ഒരു മ്യൂസിക് ഇങ്ങനെ ഒഴുകി മോളുടെ അടുത്തേക്ക് എത്തുകയാണ്. Once upon a time, once upon a time, hey, once upon a time, once upon a time. പൊട്ടിക്കരയുമ്പോ മ്യൂസിക് സാന്ത്വനം വൈകി. അവർ പെട്ടെന്ന് മോൾക്കൊരു ബുദ്ധി ഉദിക്കുകയാണ്. കാരണം എല്ലായിടത്തും ചെന്നിട്ട് എല്ലാവരും മോളെ ചിരിച്ച് പുറന്തള്ളി. എല്ലായിടത്തും ചിരിയാണ്. അപ്പൊ മോൾ ഒട്ടും വൈകിയില്ല. എന്തുകൊണ്ട് അവരെയൊക്കെ ചിരിപ്പിക്കാമെങ്കിൽ എനിക്ക് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഫ്ലോറിൽ വന്ന് എല്ലാവരെയും പറഞ്ഞ് ചിരിപ്പിച്ചൂടാ എന്ന് മോളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. മോള് ഫ്ലോറിൽ വരുന്നു, എല്ലാവരും ഈ കഥ പറയുന്നു, ചിരിപ്പിക്കുന്നു. കഥ പറയൂ, മറ്റേ പറഞ്ഞോളൂ. കരഞ്ഞുകൊണ്ട് പറയൂ. ചിരിക്കൂ പറഞ്ഞു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഞാൻ കഷ്ടപ്പെട്ട് ഒരൊറ്റ പൈസ പോലും സഹായിച്ചിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും തന്നിട്ടില്ല. വീട്ടിലെല്ലാവർക്കും എനിക്ക് ആരുമില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ വിജയിച്ചു. അങ്ങനെ ദരിദ്രയായ പെൺകുട്ടി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് വലിയ പണക്കാരിയായി മാറുകയാണ്. എങ്ങനെയുണ്ട് മോളെ എന്റെ കഥ? ഈ തല്ലിപ്പൊളി കഥയിലാണോ താൻ എന്നെ അഭിനയിപ്പിക്കാൻ പോകുന്നത്? താൻ വിചാരിച്ചു ഞാൻ അഭിനയിക്കുന്നോ? ഞാൻ നോക്കി എവിടം വരെ ഈ കഥ ഇങ്ങനെ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഒരു പൊട്ട ഇന്റർവെല് ക്ലൈമാക്സ് നല്ല കഥയല്ലേ? ഞാൻ പിന്നെ അച്ഛന്റെ റോള് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ പാടില്ലല്ലോ. കഥ കൊള്ളുന്നു കേട്ടോ, കഥ കൊള്ളുന്നു. മോട്ടിവേഷൻ അല്ല, ഞാൻ അച്ഛനായിട്ട് നിങ്ങൾ റോള് തന്ന കാരണ ഇത് എവിടുന്ന് കിട്ടിയിടോ ഈ കഥ? എന്നാലും കഥയായിട്ട് തലേനെ കരയുന്ന ആൾക്ക് പെട്ടെന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ട് കോമഡി പരിപാടിക്ക് പോയിട്ട് അവള് പണക്കാരിയാവുന്ന കഥയോ? അപ്പൊ നേരത്തെ എൻജോയ് ചെയ്തില്ലേ? പറഞ്ഞപ്പോ എൻജോയ് ചെയ്യണ പോലെ എനിക്ക് തോന്നി. അല്ല, തോന്നിയത് മാത്രമാ. അത് നിങ്ങൾക്ക് തോന്നും, പലതും തോന്നും. അത് അവൾക്കും തോന്നി, എനിക്കും തോന്നി, ഇവർക്കൊക്കെ തോന്നി. അല്ല, ഇങ്ങനെയും കഥയാണോ? ഈ പരിപാടി ശരിയാവില്ല. ഇത് മൂവ് ചെയ്യാൻ പറ്റില്ലേ? പറ്റൂല മോളെ. ഇത് നമ്മുടെ പ്രൊഡ്യൂസറുടെ നമ്പറാണിത്. മോളൊന്ന് പുള്ളിനെ വിളിക്കണം. പുള്ളിന്ന് വിളിക്കണം, പ്രൊഡ്യൂസറിനെ മോള് വിളിക്കണം. ഒരു 1500 രൂപ പുള്ളിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഗൂഗിൾ പേ വഴി. അല്ല, ഞാൻ എന്തിനാ 1500 രൂപ പുള്ളിക്ക് ഇട്ട് കൊടുക്കണം? അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായില്ല. ഞാൻ അഡ്വാൻസ് മേടിച്ചിട്ടില്ല. ഞാൻ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. പറ്റൂലേ ചേട്ടാ? നേരത്തെ ഞാനൊരു അച്ഛന്റെ വേഷം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് ജയരാജന് ആ പൈസ അങ്ങോട്ട് കൊടുക്കും. എന്ത് പൈസ? ഈ 1500 രൂപ. ഞാൻ വേറെ സാധനം തരാം. 1000